ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ പല വാഗ്ദാനങ്ങൾ പാലിച്ചതിന്റെയും പാലിക്കാത്തതിന്റെയും കഥകൾ നമ്മൾ കേൾക്കുകയാണ്. അങ്ങനെ രസകരമായ ഒരു കഥ കൂടി പുറത്തു വരികയാണ് പാലക്കാട് നിന്ന്. വി.കെ. ശ്രീകണ്ഠൻ ജയിച്ചാൽ ഭൂരിപക്ഷം ലഭിക്കുന്ന ഓരോ വോട്ടിനും ₹1 വെച്ച് നൽകും. ഇതാണ് തിരുവേഗപ്പുറ വിളത്തൂർ സ്വദേശി റഫീഖിന്റെ പന്തയം. എന്തായാലും ശ്രീകണ്ഠൻ വിജയിച്ചതോടെ ₹75,283 റഫീഖിന്റെ കയ്യിൽ നിന്ന് പോയി. ശ്രീകണ്ഠൻ ജയിക്കുകയാണെങ്കിൽ ശ്രീകണ്ഠൻ എത്ര വോട്ട് ഭൂരിപക്ഷം വന്നാലും ₹1 വെച്ചിട്ട് ഒരു വോട്ടിന് ₹1 വെച്ചിട്ട് കൊടുക്കും. ഇല്ലെങ്കിൽ ഓൾ 1000 കണക്ക് വരും. 1000 ഒരു വോട്ടിന് ഇവന്റെ ഭൂരിപക്ഷം എങ്ങനെ വരുന്നത് അതിനനുസരിച്ച് വോട്ട് തരണം. സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയായ ആര്യയുമായാണ് റഫീഖ് ബെറ്റുവെച്ചത്. വി.കെ. ശ്രീകണ്ഠൻ വിജയിച്ചാൽ ഭൂരിപക്ഷമായി ലഭിക്കുന്ന ഓരോ വോട്ടിനും ₹1 വെച്ച് നൽകും. ഇതായിരുന്നു വാഗ്ദാനം. പിന്നീട് സംഭവിച്ചതെന്തെന്ന് പ്രേക്ഷകർക്കറിയാമല്ലോ. SKN പാലക്കാട് വീണ്ടും വി.കെ. ശ്രീകണ്ഠൻ വിജയിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് ഇത് രണ്ടാം ഊഴം. 75,283 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വി.കെ. ശ്രീകണ്ഠൻ വീണ്ടും പാർലമെന്റിലേക്ക് എത്തുന്നത്. ഫലം വന്നതോടെ വി.കെ. ശ്രീകണ്ഠന് ലഭിച്ച 75,283 വോട്ട് ഭൂരിപക്ഷത്തിന് സമാനമായി അത്രയും തുക റഫീഖ് ആര്യയ്ക്ക് കൈമാറി. ഇവനോട് വാക്ക് പാലിക്കാൻ തയ്യാറാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വാക്ക് പാലിക്കാൻ തയ്യാറാണെന്ന് റഫീഖ് പറയുകയും ഇവള് കിട്ടി ബോധിച്ചതായിട്ട് എന്നെ അറിയിക്കുകയും ചെയ്തു. ഞാൻ സാക്ഷിയായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ സംഭവത്തിൽ പങ്കെടുത്തത്. ആര്യ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് സാധനങ്ങൾ എടുക്കാൻ വന്നപ്പോഴുണ്ടായ രാഷ്ട്രീയ ചർച്ചകളാണ് ബെറ്റ് വരെ എത്തിയത്. റഫീഖ് പ്രദേശത്തെ CPIM പ്രവർത്തകനാണ്. ആര്യയുടെ ഭർത്താവ് സുജീഷ് കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റുമാണ്. എന്തായാലും ഈ പന്തയവും പണം കൈമാറിയ കാര്യവുമൊക്കെ MP അറിയുന്നുണ്ടോ ആവോ? 24 പാലക്കാട്. അത് കൊള്ളാല്ലേ, നല്ല ചെറിയ പൈസ ഒന്നല്ല, 75,283 രൂപ കയ്യിൽ നിന്ന് പോയി കിട്ടിയത്. ഒരു സ്റ്റിക്കർ ഉണ്ടല്ലോ, ഇങ്ങനെ ചിരിച്ചൊക്കെ എന്നിട്ട് ബാക്കിൽ പോയി കരയുന്ന അതുപോലെയാണോ റഫീഖ്? എന്തായാലും നിയുക്ത MP റഫീഖിനൊന്ന് കാണുന്ന പോലെ കാണണം എന്ന് പറയണം അല്ലേ? അദ്ദേഹത്തിന് വേണ്ടി കൊടുത്താണല്ലോ, നഷ്ടമാണല്ലോ.